ശ്രീത്ത്, അമേരിക്കയിൽ ഈ സ്ഫോടന പരമ്പരകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈഡൻ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഭരണം കൈമാറാൻ പോവുകയാണ്. ട്രംപിലേക്ക് അധികാരം വരികയാണ്. ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ട്രംപ് ഉന്മൂലനം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ആ ട്രംപ് അധികാരത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതുവർഷ നാളുകളിൽ ഇത്തരത്തിലുള്ള ചില സ്ഫോടനവും ഭീകരവാദ ആക്രമണവും ഒക്കെ നടക്കുന്നത്. ഇത് മുൻപൊരിക്കൽ ഉണ്ടായ ആ ഭീകരാക്രമണത്തിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി അറിയപ്പെടുന്നതാണ് അമേരിക്ക. അവിടെ അത്രയ്ക്ക് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട അത്രയ്ക്ക് വിദഗ്ധരുള്ള സ്ഥലമാണല്ലോ. പട്ടാളമായാലും സാമ്പത്തികപരമായാലും തങ്ങളുടെ സുരക്ഷയ്ക്കാണ് അവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഈ ബൈഡൻ ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൽ നിന്നെല്ലാം വലിയ വിട്ടുവീഴ്ചകൾ ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത്. കുടിയേറ്റമായാലും ഈ ആക്രമണങ്ങളായാലും തോക്കുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളായാലും എല്ലാം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു അവസരമുണ്ട്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ ഈ തീവ്രവാദികളുടെ ഒരു കൊട്ടിക്കലാശമാണോ അവിടെ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ന്യൂ ഇയർ പിറന്നതിന് ശേഷം 2 തവണയാണ് അവിടെ ആക്രമണം ഉണ്ടായത്. ഒന്ന് ആ പുതുവത്സര ദിനത്തിൽ ഒരു ആക്രമണം ഉണ്ടായി. അത് IS-മായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വേരുകൾ നീങ്ങുന്നത്. ആ ആക്രമണത്തിന് പിന്നിൽ IS-ന് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു അമേരിക്ക ഞെട്ടിയതും ലോകം ഞെട്ടിയതുമായ മറ്റൊരു സ്ഫോടനം ട്രംപിൻ്റെ ഈ ഹോട്ടലുണ്ട്. സ്വന്തം ഹോട്ടലിന് മുന്നിൽ മറ്റൊരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്നു. നാം ഈ സ്ഫോടനം മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തുടർച്ചയായി 2 തവണയായിരുന്നു ഈ ട്രംപിനെതിരെ ആക്രമണം ഉണ്ടായി. ഒരു തവണ അദ്ദേഹത്തിന് ഭാഗ്യത്തിന് രക്ഷപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെവിക്ക് സമീപത്തിലൂടെ വെടിയുണ്ട പാഞ്ഞുപോയി അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും കരുതുന്ന സുരക്ഷിതമായ രാജ്യത്താണ് ഇത്തരം തുടർച്ചയായി തന്നെ ആക്രമണം നടക്കുന്നത്. എന്തായാലും ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ ജോ ബൈഡൻ്റെ കാലാവധി കഴിയാൻ. അതിനുശേഷം പുതിയ പ്രസിഡന്റ് ട്രംപ് ആയിരിക്കും വരുന്നത്. ട്രംപ് ഇതിനെല്ലാം കൃത്യമായി തന്നെ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഈ ജയിച്ചതിന് പിന്നാലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ രാജ്യത്തും പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും നാം കാണുന്നത് ഈ രാജ്യങ്ങളിലെ കുടിയേറ്റത്തിന് അമിത പ്രാധാന്യം നൽകിയിരുന്നു. ഈ മനുഷ്യത്വവും മനുഷ്യാവകാശങ്ങളെല്ലാം ഉന്നയിച്ച് പ്രത്യേകിച്ച് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിന് പ്രാധാന്യം നൽകിയിരുന്നു. ഈ പശ്ചിമേഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം കുടിയേറ്റക്കാർ വരുമ്പോൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായിരുന്നു നാം ജർമ്മനിയിൽ കണ്ടത്. ജർമ്മനിയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടായിരുന്നു കാർ ഇടിച്ചു കയറ്റി ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റി കുറേ പേർ മരണപ്പെട്ടിരുന്നു. അതിന് സമാനമായ രീതിയിലായിരുന്നു ഈ പുതുവത്സര ദിനവും. അവിടെ വാഷിങ്ടണിൽ ഒരു തീവ്രവാദി കാറിടിച്ച് കയറ്റി അന്ന് 14 പേർ മരണപ്പെടുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ പ്രതിയും മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിന് 15 പേർ മരണപ്പെട്ടതിൽ ഒന്ന് ഈ ഭീകരവാദിയായിരുന്നു ഷംസുദ്ദീൻ ജബ്ബാർ എന്ന അദ്ദേഹം ഒരു ഭീകരവാദിയാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് ഈ പ്രതിക്ക് IS-മായി ബന്ധമുള്ളതായി പുറത്തു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ആ പ്രസിഡന്റ് പറയുന്നത്, ജോ ബൈഡൻ പറയുന്നത് IS-നെ വെറുതെ വിടില്ലെന്നാണ് പറയുന്നത്. ഇതിനുള്ള തിരിച്ചടി കൃത്യമായി തന്നെ അവർക്ക് ലഭിക്കുമെന്നും പറയുന്നു. പക്ഷേ അദ്ദേഹം ഇനി ആ തിരിച്ചടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു കാവൽ പ്രസിഡന്റ് മാത്രമാണ്. ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അധികാര കൈമാറ്റത്തിന്. ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ഉടലെടുത്തത്. കാരണം ഇദ്ദേഹം കുടിയേറ്റക്കാർക്കെല്ലാം അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും മറ്റ് പശ്ചിമേഷ്യ രാജ്യങ്ങളിലേക്ക് ഈ പ്രദേശങ്ങളിൽ കുടിയേറും. പശ്ചിമേഷ്യൻ പ്രദേശത്തിന് കാനഡയിലും അതോടൊപ്പം തന്നെ മെക്സിക്കോയിലേക്കെല്ലാം കുടിയേറി അവിടെ നിന്ന് അമേരിക്കയിലേക്ക് അവർ മറ്റ് രേഖകളൊന്നുമില്ലാതെ വരുന്ന സാഹചര്യമുണ്ട്. അത് നാം ഇന്ത്യയിലും അത്തരത്തിൽ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഉണ്ടാകുന്നു. അത് ബംഗാളിലായാലും ത്രിപുര, ആസാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം അവസാന ഘട്ടത്തിൽ ഇന്ത്യക്ക് തലവേദനയായി മാറുന്ന പല പ്രശ്നങ്ങളും നാം ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ അനുഭവം വെച്ച് തന്നെയാണ് നാം അമേരിക്കയിൽ വിലയിരുത്തേണ്ടത്. ഈ ആസാമിലും ത്രിപുരയിലെല്ലാം നിരന്തര ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൾ എപ്പോഴും റോഹിംഗ്യ മുസ്ലിങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബംഗ്ലാദേശി സ്വദേശികളായിരിക്കും.
അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ വലിയ പരിശോധന നടത്തി വരികയാണ്. ഇന്ത്യയിലും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണോ ഇത്തരം പരിശോധന എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള 8 കുടുംബങ്ങളെ 8ലധികം പേരെ പിടികൂടി അവരെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ പല ചേരികളിലും ബംഗ്ലാദേശികൾ കുടിയേറി പാർത്തിട്ടുണ്ട്. അവരുടെ രേഖകളെല്ലാം കയ്യിലുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധന ഡൽഹി പോലീസ് പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാം കൃത്യമായി വിലയിരുത്തിയില്ലെങ്കിൽ ഇവരുടെ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ഇവർ മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളോ ബോംബ് സ്ഫോടനങ്ങളിലേക്ക് പോയാൽ പിന്നീട് അതിനെക്കുറിച്ച് ഒരു സ്ഫോടനം നടന്നതിന് ശേഷം പരിശോധന നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതിനു മുൻപ് തന്നെ പരിശോധന നടത്തണമെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ഈ തീരുമാനമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് എടുത്തിരുന്നത്. അങ്ങനെ കൃത്യമായ തീരുമാനം എടുത്തതിൻ്റെ ഫലമായാണ് അന്ന് ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി ട്രംപിനെ പരാജയപ്പെടുത്തി ജോ ബൈഡൻ അവിടെ അധികാരം വന്നു. അദ്ദേഹം എന്തായാലും ഇന്ത്യയിൽ മൻമോഹൻ സിംഗിനെ പോലെയായിരുന്നു. മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ അന്ന് മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ നിരന്തര സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ഇത്തരം കുടിയേറ്റങ്ങൾ വർദ്ധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 4 വർഷം അമേരിക്കയിലും ഉണ്ടായത്. ജോ ബൈഡൻ്റെ മൃദു സമീപനം കൊണ്ട് വലിയ രീതിയിൽ കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്തായാലും IS ബന്ധപ്പെട്ട് ജോ ബൈഡൻ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഇനി അവസാന ഘട്ടമായത് കൊണ്ടാണോ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായത്? കാരണം ഇനി പറഞ്ഞാൽ മാത്രം മതിയല്ലോ, പ്രവൃത്തി ചെയ്യാൻ ജോ ബൈഡൻ 20-ാം തീയതിയോടുകൂടി തന്നെ അധികാരമേറ്റ് വരുമ്പോൾ അദ്ദേഹമായിരിക്കും ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം അദ്ദേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പ്രസ്താവനയുമായും അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭീകര സംഘടനകളെ നിരന്തരം പിന്തുടരുമെന്നും അമേരിക്കയുടെ മണ്ണിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ IS വളരാൻ കഴിയില്ലെന്നും അവർക്ക് ഈ മണ്ണ് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിക്കാനുള്ള തന്ത്രങ്ങളുമായി അവർ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്കെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ IS ഭീകരവാദ സംഘടനകൾ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഈ വേൾഡ് ട്രേഡ് സെൻറ്ററുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് അമേരിക്ക കൂടുതൽ തങ്ങളുടെ രാജ്യത്ത് സുരക്ഷ ഒരുക്കുന്ന സാഹചര്യമുണ്ട്. കാരണം അമേരിക്കയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഭീകരാക്രമണമായിരുന്നു. വിമാനങ്ങൾ റാഞ്ചി ഈ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് അമേരിക്ക കൂടുതൽ ജാഗ്രത പുലർത്തി വന്നത്. പിന്നീട് ഈ തോക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ തോക്കിന് ലൈസൻസുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കയ്യിൽ വരെ ഈ തോക്ക് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലും. എന്തെങ്കിലും അമ്മയും അച്ഛനുമായി പിണങ്ങിയാൽ നാട്ടിലിറങ്ങി ആൾക്കാരെ വെടിവെച്ചു കൊല്ലും. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ആക്രമണം അവിടെ നിരന്തരം നടക്കുന്നത് പതിവാണ്. പക്ഷേ ഈ ഭീകരാക്രമണങ്ങൾ വലിയ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഈ ട്രംപിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു, പുതുവത്സര ദിനത്തിൽ ആക്രമണം ഉണ്ടാകുന്നു, ട്രംപിൻ്റെ ഹോട്ടലിൽ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ വലിയ തകർച്ചയിലാണോ എന്നും ലോകരാജ്യങ്ങൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും പ്രതീക്ഷ ഇത്തരം വീഴ്ചകൾ ജോ ബൈഡൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ ട്രംപിനെ അവിടെ അധികാരത്തിലേറ്റിയത്. ട്രംപ് വരുന്നതോടുകൂടി തന്നെ അമേരിക്കയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.